വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. 2026 എൻഡ് ചെയ്യാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളല്ലേ. സോ ഈ 2026 നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ കുറേ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന ഒരു വർഷമായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയല്ലേ. സോ ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനൊരു ടൂൾ ആവശ്യമുണ്ട്, അതാണ് വിഷൻ ബോർഡ്. സോ ഈ ഇയർ എൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വിഷൻ ബോർഡ് എന്നുള്ള ടേം ഭയങ്കര ഫെമിലിയർ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഈ വിഷൻ ബോർഡ് ആക്ച്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഇതിൻ്റെ സയൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? സോ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വിഷൻ ബോർഡിൻ്റെ ആക്ച്വൽ സയൻസ് എന്താ, അതുപോലെ തന്നെ 3 സിമ്പിൾ സ്റ്റെപ്സിൽ കൂടെ വിഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കാം, അതേപോലെ തന്നെ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ആളുകൾ ഉണ്ടാക്കുന്ന കോമൺ മിസ്റ്റേക്സും ആണ് എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് തന്നെ ഞാൻ വിഷൻ ബോർഡിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഐഡിയ തരാം. വിഷൻ ബോർഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതം എങ്ങനെയാണോ ആയിത്തീരേണ്ടത് അങ്ങനെയുള്ള സർട്ടൻ സിനാരിയോസിൻ്റെ പിക്ചേഴ്സ് എടുത്തിട്ട് അതിനെല്ലാം കൊളേറ്റ് ചെയ്ത് ഒരു കൊളാഷിൻ്റെ രൂപത്തിലാക്കിയിട്ട് വെക്കുന്ന ഒരു സംഭവത്തിന് പറയുന്നതാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ വിഷൻ ബോർഡ് ആക്ച്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ബിഹൈൻഡിലുള്ള സയൻസ് എന്താ എന്നൊന്നും അധികം ആരും പറയാറില്ല. ഓക്കെ, സോ ആ സയൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ബ്രെയിനിലോട്ട് നമ്മുടെ 5 സെൻസസിൽ കൂടെ ഓരോ സെക്കൻഡിലും ഒരുപാട് ഇൻഫർമേഷൻസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ വരുന്ന എല്ലാ ഇൻഫർമേഷൻസും ഇമ്പോർട്ടൻ്റ് ആണോ ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് അല്ല. സോ ആരാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള ഇൻഫർമേഷൻ തീരുമാനിക്കുന്നത്? അതിന് പറയുന്ന പേരാണ് റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ RAS അല്ലെങ്കിൽ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും താഴെ ബ്രെയിൻ സ്റ്റം എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ കോശങ്ങൾ, അതിന് പറയുന്നതാണ് റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. സോ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് മാത്രമേ ഈ RAS ബ്രെയിനിലോട്ട് ആക്ച്വലി കടത്തി വിടുന്നുള്ളൂ. സോ ഈ റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ബഹളമുള്ള ഒരു റൂമിൽ ഇരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു കല്യാണ വീട്ടിൽ കല്യാണ തലേന്ന് നിങ്ങൾ പോയി ഇരിക്കണം. ആ റൂമിൽ ഒരുപാട് ആൾക്കാർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ബഹളങ്ങളും എല്ലാം ഉണ്ട് അവിടെ. പക്ഷേ കുറച്ച് ദൂരത്ത് നിന്ന് ഒരാൾ നിങ്ങളുടെ പേര് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റില്ലേ? യെസ്, പറ്റും. ബിക്കോസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്രയും നോയ്സ് ഉണ്ടായിട്ടും നിങ്ങളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങളുടെ ബ്രെയിനിന് തോന്നിയതുകൊണ്ട്, കാരണം കുഞ്ഞിലേ മുതലേ കേൾക്കുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ പേരെന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ബ്രെയിൻ അത് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ട് ടാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നോയ്സ് ഉണ്ടായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ആരെങ്കിലും വിളിക്കുമ്പോഴത്തേക്ക് എന്നെ ആരും വിളിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റുന്നത്. സോ നമ്മുടെ ഈ RASഉം അതുപോലെ തന്നെ വിഷൻ ബോർഡും എങ്ങനെയാണ് ഇന്റർലിങ്ക് ചെയ്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷൻ ബോർഡിൽ എന്താ ഉള്ളത്? നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുടെയും പിക്ചേഴ്സാണ് വിഷൻ ബോർഡിൽ ഉള്ളത്. സോ ആ വിഷൻ ബോർഡിലെ സംഭവങ്ങൾ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്, ഡെയിലി വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരാൾ കാറ് വാങ്ങിക്കണം, എനിക്ക് ഒരു കാറ് 2026 വാങ്ങിക്കണം എന്നാണെങ്കിൽ ആ കാറിൻ്റെ പിക്ചർ കാണുമ്പോൾ തന്നെ ആ കാറിൻ്റെ ഉള്ളിൽ അയാൾ ഇരുന്ന് ഓടിക്കുന്ന പോലെ അയാൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്, ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ വിഷൻ ബോർഡിൽ സർട്ടൻ അഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയുന്നുണ്ട്, അതും നിങ്ങൾക്കൊരു ഇമോഷൻ തരുന്നുണ്ട്. സോ ഏത് കാര്യമാണോ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നത്, ഇമോഷൻസ് ഫീൽ ചെയ്യുന്നത്, അതുപോലെ പറയുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്രെയിനിന് ഈ ഇൻഫർമേഷൻ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന സമയത്ത് ബ്രെയിൻ വിചാരിക്കും ഓക്കെ ഇതെന്തോ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അവോയ്ഡ് ചെയ്ത് കളയാൻ പറ്റാത്തൊരു സംഭവമാണ് എന്ന് ബ്രെയിനിന് തോന്നിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ ബ്രെയിൻ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ടാഗ് ചെയ്യപ്പെടുന്നു. ഇതാണ് ആക്ച്വലായിട്ട് നടക്കുന്ന സയൻറ്റിഫിക് തിങ് ബിഹൈൻഡ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് സയൻസ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾക്ക് മെയിൻ പ്രൊസീജിയറിലോട്ട് പോവാം. എങ്ങനെയാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ 3 സിമ്പിൾ സ്റ്റെപ്സിൽ കൂടെ നമുക്ക് വിഷൻ ബോർഡ് ഉണ്ടാക്കാം. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗെറ്റ് എ ക്ലാരിറ്റി ഓൺ യുവർ ലൈഫ് എന്നുള്ളതാണ്. നമ്മളിപ്പം നമ്മളുടെ ലൈഫിൽ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതിന് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നമ്മൾക്ക് ആദ്യം വേണം. സോ ആ ക്ലാരിറ്റി കിട്ടാൻ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫിനെ തന്നെ കുറച്ച് സെഗ്മെൻറ്റ്സ് ആക്കിയിട്ട് നമ്മൾക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കരിയർ, ഫൈനാൻസ്, പേഴ്സണൽ ഗ്രോത്ത്, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ്, ഇങ്ങനത്തെ കുറച്ച് സെഗ്മെന്റ്സ് ആക്കിയിട്ട് നമ്മൾക്ക് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ സെഗ്മെന്റിലും
എന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾക്ക് ഇനി എവിടെ എത്തിച്ചേരണം എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് റിഫ്ലക്ഷനും അനാലിസിസും ആദ്യം നടത്തുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് മനസ്സിലാവും ഏതൊക്കെ സ്റ്റേജസിലാണ് നമ്മൾക്ക് ഇനി ഒന്നുകൂടെ ഗ്രോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആവേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ നമ്മൾക്ക് കിട്ടി. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ റീക്രിയേറ്റ് ചെയ്യുന്ന പോലെ സർട്ടൻ പിക്ചേഴ്സ് എടുത്തിട്ട് അതിനെ കളക്ട് ചെയ്യലാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് ഈ പിക്ചേഴ്സ് ഇപ്പം AI ടൂൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ChatGPT, Gemini, Copilot ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ദുബായിൽ പോകുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷൻ പോണ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്ന പോലെ ഇതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇപ്പോൾ റീക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ നിന്നാണെങ്കിലും ഇങ്ങനത്തെ ഇമേജസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇമേജസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇമേജസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ആ ഇമേജസ് കാണുമ്പോൾ സർട്ടൻ ഇമോഷൻസ് വരണം, ഹാപ്പിനെസ് ഉണ്ടാവണം, എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഇത് എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ കാർ എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു, ഈ സ്ഥലത്തോട്ട് എങ്ങനെയെങ്കിലും എനിക്ക് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇങ്ങനത്തെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഇമോഷൻസ് തരുന്ന പിക്ചേഴ്സിനെ മാത്രം വെച്ചാലേ നിങ്ങളുടെ വിഷൻ ബോർഡ് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുള്ളൂ. ഇല്ല ഒരു വികാരവും ഇല്ലാത്ത എന്തോ ഒരു ഫോട്ടോ വെച്ചു അത് നിങ്ങൾ ഡെയിലി കണ്ടിട്ട് നിങ്ങൾക്ക് വലിയ ഈ വികാരങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ അവിടെ വെക്കുന്നത് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിരിക്കണം. വിഷൻ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും വർക്കാവുമല്ലോ. അതുകൊണ്ട് ഞാനും വിഷൻ ബോർഡിൽ ഒരു 5 കോടി എനിക്ക് കിട്ടും 2026 കിട്ടുമെന്ന് പറഞ്ഞ് വെക്കുക, നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് പറഞ്ഞ് വെച്ചാലും ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. ബിക്കോസ് നമുക്ക് അപ്പം തന്നെ ഈ 5 കോടിൻ്റെ ആ ഒരു സംഭവം വെക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഈ 5 കോടി കിട്ടാൻ വലിയ വഴിയൊന്നും ഇല്ല, പിന്നെ നടക്കുവാണെങ്കിൽ നടന്നോട്ടെ കൊണ്ട് ഞാൻ വെക്കുവാണല്ലോ. അവിടെ തന്നെ ഒരു കോൺട്രഡിക്ടറി എനർജി വന്നു അല്ലെങ്കിൽ ഒരു കോൺട്രഡിക്ടറി ഇമോഷൻ വന്നു. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബിലീവ് ചെയ്യുന്നില്ല ആ ഒരു പോയിന്റിൽ. അങ്ങനെ വരുന്ന സമയത്തും ഈ വിഷൻ ബോർഡ് വർക്ക് ആവില്ല. ഓക്കെ, സോ ഈ 2 കാര്യങ്ങൾ പിക്ചേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. സോ നമ്മൾക്ക് നല്ല ഇമോഷൻസ് തരുന്ന പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തതാണ് വിഷൻ ബോർഡ് ഉണ്ടാക്കുക. വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് 2 ടൈപ്പ് ഓഫ് വിഷൻ ബോർഡ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ വിഷൻ ബോർഡും 2 ഡിജിറ്റൽ വിഷൻ ബോർഡും. ഫിസിക്കൽ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർട്ട് പേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് സ്കെച്ച് പെൻസ് ഒക്കെ യൂസ് ചെയ്ത് വരച്ചെഴുതി ഒട്ടിച്ച് പിക്ചേഴ്സ് ഒക്കെ ഒട്ടിച്ചുണ്ടാക്കുന്നതിനാണ് ഫിസിക്കൽ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻവ ഒക്കെ യൂസ് ചെയ്ത് പിൻട്രസ്റ്റ് ഒക്കെ യൂസ് ചെയ്ത് ഒരു കൊളാഷ് രൂപത്തിലാക്കി ഡിജിറ്റലി നമ്മളുടെ ഫോണിൻ്റെ വാൾപേപ്പറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പറിലോ ഒക്കെ സെറ്റ് ചെയ്ത് ഡെയിലി കാണുന്നതിനാണ് ഡിജിറ്റൽ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ വിഷൻ ബോർഡ് കുറച്ചുകൂടെ ഗാഡ്ജറ്റ്സ് കുറേ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഗാഡ്ജറ്റ്സിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും ഈ ഡിജിറ്റൽ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ 3rd ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് ഈ വിഷൻ ബോർഡിന് ഒരു ഐഡിയൽ പ്ലേസിൽ വെക്കുക എന്നുള്ളത്. ഈ ഫിസിക്കൽ വിഷൻ ബോർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു സ്ഥലം കണ്ടിട്ടേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്ത് പോവുള്ളൂ എന്നുള്ളൊരു സ്പോട്ടിൽ വേണം അത് വെക്കാൻ. ഫോർ എക്സാമ്പിൾ ചില മിറർ നോക്കണതിൻ്റെ മിററിൻ്റെ തൊട്ടടുത്താണെങ്കിൽ അല്ലെങ്കിൽ ബെഡ്റൂമിൽ ഇങ്ങനത്തെ സ്പോട്ടിലൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ ഡെയിലി ആ ഒരു വിഷൻ ബോർഡ് കണ്ടിട്ടേ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോവുള്ളൂ എന്നുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്പോട്ടിൽ വേണം ഫിസിക്കൽ വിഷൻ ബോർഡ് വെക്കാൻ. ഡിജിറ്റൽ വിഷൻ ബോർഡ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോണിൻ്റെ വാൾപേപ്പറിലോ ലാപ്ടോപ്പിൻ്റെ വാൾപേപ്പറിലോ ഒക്കെ നിങ്ങൾക്ക് ഡിജിറ്റൽ വിഷൻ ബോർഡ് വെക്കാവുന്നതാണ്. സോ നമ്മുടെ വിഷൻ ബോർഡ് റെഡിയായി. ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് മെയിനായിട്ട് ആൾക്കാർ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഡൗട്ട് അല്ലെങ്കിൽ ഫിയർ, പേടി എന്ന് പറഞ്ഞ് ഇമോഷൻസ് വെച്ചിട്ട് ഒരു പിക്ചറും നിങ്ങൾ അവിടെ പ്ലേസ് ചെയ്താലും അത് ഒരിക്കലും റിയാലിറ്റി ആവുകയില്ല. ബിക്കോസ് അവിടെ ഒരു കോൺട്രഡിക്ടറി ഇമോഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അത് റിയാലിറ്റിയിലോട്ട് മാറില്ല, അത് പിക്ചറായിട്ട് തന്നെ അവിടെ ഇരിക്കും. ഓക്കെ, രണ്ടാമത്തെ മെയിൻ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചു 2026 എൻ്റെ ഇങ്ങനെ മാറും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാറില്ല. വിഷൻ ബോർഡ് ഉണ്ടാക്കി വെച്ചാലും നമ്മൾ ആക്ഷൻസ് എടുത്താൽ മാത്രമേ നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് ഒക്കെ റിയാലിറ്റിയിലോട്ട് മാറുള്ളൂ. ആക്ഷൻസ് എടുക്കുക എന്ന് വെച്ചാൽ
ഈ ഫിസിക്കലി ഫിറ്റ് ആവണമെന്നുള്ള ഒരാൾ നാളെ തന്നെ ഞാൻ 10 കിലോമീറ്റർ ഓടും അല്ലെങ്കിൽ 10 കിലോമീറ്റർ നടക്കുന്ന പറഞ്ഞ് അങ്ങനെ ഭയങ്കര ടഫായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് പകരം സ്മോൾ ടൈനി ആയിട്ടുള്ള ബേബി സ്റ്റെപ്സ് എടുക്കുക. ഞാൻ നാളെ ഒരു 1 കിലോമീറ്റർ നടക്കും, അതൊരു 1 വീക്ക് കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് ഞാൻ 1 കിലോമീറ്ററിനെ 2 കിലോമീറ്ററിലാക്കി ലെവലപ്പ് ചെയ്യും. അങ്ങനെ മെല്ലെ ഗ്രോ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയാൽ മാത്രമേ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ 2026 റിയാലിറ്റിയിലോട്ട് മാറുന്നുള്ളൂ. സോ ആക്ഷൻ എടുക്കാതെ വിഷൻ ബോർഡിൽ ഒരു മാജിക്കും നടക്കുന്നില്ല. നമ്മൾ കറക്റ്റായിട്ട് ആക്ഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമേ ഈ വിഷൻ ബോർഡ് പിക്ചർ എന്നുള്ളൊരു ഫോർമാറ്റിൽ നിന്ന് നിങ്ങളുടെ റിയൽ ലൈഫ് റിയാലിറ്റി ആയിട്ട് മാറും. സോ വിഷൻ ബോർഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം റിയാലിറ്റിയിലോട്ട് മാറട്ടെ. അതുപോലെ ഇതെൻ്റെ ബ്രാൻഡ് ന്യൂ വീഡിയോ ആണ്. സോ ഐ നീഡ് ഓൾ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ സപ്പോർട്ടുകളും എല്ലാം കമൻസിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ once again, wish you a very happy new year and thank you for watching.